أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഒരു ദിക്ർ എന്ന് പറയുന്നത് ഉന്നതമായ ഒരു ദിക്റാണ്. ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് പല അർത്ഥങ്ങളും പല സ്വഭാവങ്ങളുമുള്ള ഒരു ദിക്റാണ് ഇതിനകത്ത് ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. വലിയൊരു ദിക്റാണ്. ഈ ദിക്റിൻ്റെ മഹാത്മ്യം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായ മഹാത്മ്യങ്ങളുള്ളതാണ്. ദിക്റുകൾ പല സൈസുകളുണ്ട്, കൂടാനുകൂടി ദിക്റുകളാണ് ഉള്ളത്. ആ ഉള്ളതിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം പിടിച്ച് നിൽക്കുന്ന ഒരു ദിക്റാണ് ഇപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്നത്. എന്നു പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സകലതിൻ്റെയും ആദിപനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നേക്കും എന്നേക്കും ഉള്ളവനാണ് എന്നുള്ള ഈ ദിക്റിലൂടെ അത് വരുന്നുണ്ട്. എന്താണ്? അല്ലാഹു തആല എന്നേക്കുമുള്ളവനാണ്. എന്നേക്കുള്ളവനെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് അന്തവുമില്ല, അറുതിയുമില്ല, താഴ്ചയുമില്ല, ഉയർച്ചയില്ല എന്നുള്ളതാണ് അയാളുടെ സൂര്യൻ എന്ന് പറയുന്നത്. അള്ളാഹു എങ്ങനെയാണ് ഉണ്ടായത് എന്ന് പോലും ആർക്കും അറിയത്തില്ല. അള്ളാഹുവിനെ ആരും ഉണ്ടാക്കപ്പെട്ടതുമല്ല, അവന് സമമായിട്ട് ആരുമില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇത് കേൾക്കുമ്പോൾ, ആരെങ്കിലും ഇത് ഉരുവിടുമ്പോൾ അള്ളാഹു തആലയ്ക്ക് ആ ഉരുവിടുന്ന ആളിനോട് ഏറ്റവും കൂടുതൽ പ്രീതി എങ്ങനെ ഉണ്ടാവുകയാണ്. അതുകൊണ്ടാണ് ഈ ദിക്റിന് ഏറ്റവും മഹാത്മ്യം ഉണ്ട് എന്ന് ഞാൻ പറയാനുള്ള പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്നേക്കുമുള്ളവനാണ് അല്ലാഹു തആല. അല്ലാഹു തആല എന്നേക്കുമുള്ളവനാണ്, സർവ്വതിൻ്റെയും അവകാശിയാണ്, സർവ്വ സൃഷ്ടിത്വത്തിൻ്റെയും അവകാശിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പോറ്റി വളർത്തുന്ന ഒന്നാണ് അല്ലാഹ്. ഈ അല്ലാഹുവിൻ്റെ മഹത്വം എന്താണ്, എത്ര വലുതാണെന്ന് പറയാൻ ആരെക്കൊണ്ടും കഴിയത്തില്ല. അങ്ങനെ അളന്ന് തിട്ടപ്പെടുത്താനോ എഴുതി തിട്ടപ്പെടുത്താനോ പറയുവാനോ ആരാലും സാധ്യമല്ല. അല്ലാഹുവിൻ്റെ വലിപ്പമാണ് ഈ പറയുന്നത്, അല്ലാഹുവിൻ്റെ അപാരതയാണ് ഈ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗത്തു കൂടി അങ്ങനെ എഴിഞ്ഞു പോകുന്ന ഒരു ചെറിയ ഉറുമ്പുണ്ടല്ലോ, അഥവാ ഒരു കൃമി, ആ കൃമിയുടെ മനസ്സിനകത്ത് ഉദിക്കുന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. നമ്മളൊന്ന് മനസ്സിലാക്കാനുള്ള പ്രധാനമായ കാര്യമാണ് ആ കൃമി എന്ന് പറയുന്ന ജീവി, അതായത് ആ ഉറുമ്പ്. ആ ഉറുമ്പിൻ്റെ മനസ്സിനകത്ത് എന്താണ് തോന്നുന്നത് നമ്മൾ നോക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ ആ ഉറുമ്പിൻ്റെ മനസ്സിനകത്ത് തോന്നുന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. അതേ സമയത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായ തിമിംഗലം എന്ന് പറയുന്നതായ വലിപ്പത്തിലുള്ള ഒരു ജീവിയുണ്ട്. ആ തിമിംഗലത്തിൻ്റെ മനസ്സിനകത്ത് ഉദിക്കുന്ന കാര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല യസംബുരാൻ ഒരേ സമയം തന്നെ അറിയുന്നു. ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ, ഈ ലോകത്ത് ഏതെല്ലാം ചരാചരങ്ങളുണ്ടോ, ഏതെല്ലാം ജീവികളുണ്ടോ, ആ ജീവികളുടെ എല്ലാത്തിൻ്റെയും മനസ്സിനകത്ത് ഉദിക്കുന്ന കാര്യം ഒരേ സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ടോ എങ്കിൽ ഈ അല്ലാഹുവിൻ്റെ അപാരത എന്താണെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. അങ്ങനെയുള്ളതായി ഈ ദിക്റാണ് ഇപ്പോൾ ഈ പറയാൻ പോകുന്നത്. ഈ ദിക്റ് കൂടി ചൊല്ലുമ്പോൾ ആരാണോ ഈ ദിക്റ് ചെല്ലുന്നത് ആ ആളിനെ സംബന്ധിച്ചും ആ ആളിൻ്റെ കുടുംബത്തിനെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് അങ്ങനെ ഇറക്കുകയാണ്, ബർക്കത്ത് അങ്ങനെ ഇറക്കുകയാണ്, ഗുണങ്ങളെങ്ങനെ വാരി ഇറക്കുകയാണ്. സന്തോഷം, സമൃദ്ധി, സാമർത്ഥ്യം, എല്ലാവിധ ഗുണങ്ങളും, കുടുംബത്തിന് സന്തോഷവും സാമർത്ഥ്യവും സമത്വസുന്ദരമായ ഒരു അന്തരീക്ഷം അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ നമ്മുടെ കുടുംബത്തിന് തരുന്നതാണ്. അതായത് റഹ്മത്ത് അല്ലാഹു തആല ഇറക്കുന്നതാണ്, ബർക്കത്ത് ഇറക്കുന്നതാണ്. അങ്ങനെ ബർക്കത്തും റഹ്മത്തും കൂടി നമ്മുടെ കുടുംബത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ കുടുംബം എല്ലാ രീതിയിലും ശോഭിക്കുകയാണ്. അതുകൊണ്ട് ഈ ദിക്ർ ചെല്ലുന്ന കാര്യത്തിൽ ഒരു മടിയും വേണ്ട. ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കണം. ഈ ദിക്ർ നിങ്ങൾ ചെല്ലുമ്പോൾ കുറഞ്ഞത് ഒരു 101 പ്രാവശ്യം, ആദ്യമായതിൻ്റെ പേരിൽ 101 പ്രാവശ്യം ഈ ദിക്ർ നിങ്ങൾ ചെല്ലാൻ ശ്രമിക്കണം. അങ്ങനെ 101 പ്രാവശ്യം നിങ്ങൾ ചെല്ലിയിട്ട് പിന്നീട് നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണോ സമയം കിട്ടുന്നത് ആ കിട്ടുന്ന സമയത്തെല്ലാം നിങ്ങൾ ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം. അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമുള്ള കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ, വേറെയുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നതിന് വല്ല പരിധിയുണ്ടോ? ഇഷ്ടംപോലെ നമ്മൾ ഒരു സുഹൃത്തിനെ കണ്ട എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അങ്ങനത്തെ കണക്കൂട്ടണ്ട. അപ്പം അതല്ലാത്ത സമയങ്ങളിൽ നമുക്ക് എത്രയോ ഫ്രീ സമയങ്ങൾ നമുക്ക് കിട്ടുന്നു, വെറുതെ ഉള്ള സമയങ്ങൾ നമുക്ക് ഒരുപാട് കിട്ടുന്നില്ലേ? ആ കിട്ടുന്ന സമയത്തെല്ലാം ഈ ദിക്ർ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ഗുണങ്ങൾ, നമ്മുടെ കുടുംബത്തിന് ഗുണങ്ങൾ, ഐശ്വര്യങ്ങൾ ഒക്കെ നമുക്ക് കിട്ടും. മാത്രമല്ല നമ്മുടെ കുടുംബത്തിന് കടബാധ്യതകൾ വർദ്ധിച്ച് കിടക്കുകയാണെങ്കിൽ അതിനും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹാരമാർഗം തരും. അതല്ല മറ്റു രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനും പരിഹാരമാർഗം തരും. അതല്ല തൊഴിലില്ലായ്മ ഉണ്ടെങ്കിൽ അതിനും അല്ലാഹു തആല പരിഹാരമാർഗം തരും. എന്ത് വൈഷമ്യഘട്ടമാണോ നിങ്ങളുടെ കുടുംബത്തിനുള്ളത് അതിനെല്ലാത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ അതിനെല്ലാത്തിനും പരിഹാരമാർഗം നിങ്ങൾക്ക് തരികയും നിങ്ങളുടെ കുടുംബത്തിന് ഐശ്വര്യവും ബർക്കത്തും സന്തോഷവും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾക്കത് കിട്ടുമ്പോൾ അള്ളാഹുവിനെ നിങ്ങൾ മറന്നു കളയരുത്.
ഇത്രയും ഗുണങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് ഇങ്ങനെ വന്നു കയറുമ്പോൾ അള്ളാഹുവിനെ നിങ്ങൾ മറക്കല്ലേ, അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണേ, അള്ളാഹുവിനെ നിങ്ങൾ ദിക്ർ ചെല്ലണേ, നിങ്ങൾ സൽക്കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യണേ, അഹങ്കാര മനോഭാവത്തിൽ നിങ്ങൾ പോകല്ലേ. അത് പോകാതെ കണ്ട് വളരെ ന്യായമായ രീതിയിൽ കൂടി നിങ്ങൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് എന്നേക്കും നിലനിൽക്കുകയും അതെല്ലാം കൊണ്ടും ആ ഗുണകരമായ കാര്യങ്ങൾ നിങ്ങൾ കിട്ടുകയും ചെയ്യുമെന്നുള്ളതിനകത്ത് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഈ ദിക്ർ ചെല്ലുന്ന കാര്യത്തിൽ ഒരു മടിയും വേണ്ട. ഈ ദിക്ർ നിങ്ങൾ ചെല്ലണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹു യാ ഹയ്യും യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു യാ ഹയ്യും യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു യാ ഹയ്യും യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. ഇത് ചെല്ലുമ്പോൾ 101 പ്രാവശ്യം നിങ്ങൾ ചെല്ലണം. അതുമാത്രമല്ല, അത് കഴിഞ്ഞാൽ തന്നെയും കിട്ടുന്ന സമയങ്ങളിലെല്ലാം നിങ്ങൾ ഈ ദിക്ർ ചെല്ലണം. കാരണം ഈ ദിക്ർ അള്ളാഹുവിൻ്റെ അർശിൽ പതിക്കുന്ന ദിക്റാണ്. അള്ളാഹുവിൻ്റെ അർശിലേക്ക് ഈ ദിക്ർ ചെല്ലുന്നതാണ്. ഈ ദിക്ർ കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇതിൽ യാതൊരു മാറ്റവുമില്ല. നിങ്ങൾ ഈ ദിക്ർ ചെല്ലണം. ഈ ദിക്ർ ചെല്ലുന്നവർക്കും ഈ ദിക്ർ കാണുന്നവർക്കുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഗുണം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ സംസാരിച്ചതിൽ ഈ ദിക്റുകൾ ചൊല്ലിയതിലും ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിലും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ എൻ്റെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പുറത്തു തരണേ എന്നും കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് ഡിസ്ക്രൈബ് ചെയ്യണമെന്നും കൂടി പറയുന്നു. തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.